മുച്ചി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകാൻ ഇത്തവണ ചിലവേറും. എയർ ഇന്ത്യ ഈടാക്കുന്നത് മറ്റു കമ്പനികളെക്കാൾ 2 ഇരട്ടി തുക. 1.5 ലക്ഷത്തിലധികം രൂപയാണ് കോഴിക്കോട് നിന്ന് എയർ ഇന്ത്യ ഈടാക്കുന്നത്. കൊച്ചിയിലും കണ്ണൂരിലും നിന്ന് എയർ ലൈസൻസ് ഈടാക്കുന്നതാകട്ടെ 89,000 രൂപയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് പോകാൻ ചെലവേറും. നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി ടിക്കറ്റ് നിരക്ക് കരിപ്പൂരിൽ നിന്നും ഹജ്ജിന് പോകുന്നവർ നൽകേണ്ടി വരും. എയർ ഇന്ത്യയാണ് കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തുക. തീർത്ഥാടകരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ ഹജ്ജിനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വിമാന സർവീസിനായി ടെൻഡർ ക്ഷണിച്ചിരുന്നു. വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ നിയന്ത്രണമുള്ളതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്താൻ തയ്യാറായിട്ടുള്ളത്. നെടുമ്പാശ്ശേരിയും കണ്ണൂരും സൗദി എയർലൈൻസാണ് സർവീസ് നടത്തുക. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നതിൽ പകുതിയിലധികം പേരും കരിപ്പൂരിലാണ് എംബർക്കേഷൻ പോയിന്റായി നൽകിയിരിക്കുന്നത്. അതിനാൽ വലിയൊരു വിഭാഗം വിശ്വാസികൾക്ക് വിമാന ടിക്കറ്റ് ഇനത്തിൽ മറ്റ് വിമാനത്താവളത്തിൽ നിന്നും പോകുന്നതിനേക്കാൾ 75,000 രൂപ അധികം നൽകേണ്ടി വരും. വിഷയത്തിൽ ഇടപെടണമെന്നും വീണ്ടും ടെൻഡർ നടത്തണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര ഹജ്ജ് കാര്യമന്ത്രി സ്മൃതി ഇറാനിക്ക് മലപ്പുറം എംപിയും കരിപ്പൂർ വിമാനത്താവള ഉപദേശക സമിതി ചെയർമാനുമായ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി കത്തെഴുതി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജിന് പോയി വരാൻ സൗദി എയർലൈൻസ് 86,000 രൂപയും കണ്ണൂരിൽ നിന്നും 89,000 രൂപയുമാണ് ഈടാക്കുന്നത്. എന്നാൽ കോഴിക്കോട് നിന്നും എയർ ഇന്ത്യ 1,65,000 രൂപയാണ് ഈടാക്കുക. ഹാജിമാർക്ക് 53 കിലോ ലഗേജ് കൊണ്ടുപോകാൻ സൗദി എയർലൈൻസ് അനുമതി നൽകുന്നുണ്ട്. എന്നാൽ എയർ ഇന്ത്യ 37 കിലോയ്ക്ക് മാത്രമാണ് അനുമതി നൽകുന്നത്. പ്രശ്നത്തിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഇടപെടുമെന്നാണ് തീർത്ഥാടകരുടെ പ്രതീക്ഷ.